നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദേവി മഹാത്മ്യം ചാനലിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കർക്കിടക മാസത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കർക്കിടക മാസം പൊതുവെ മലയാളിക്ക് ആരോഗ്യകരമായ ഒരു മാസമല്ല. കേരളത്തിലെ പഞ്ഞമാസം കർക്കിടകമാണ്. വിവാഹം, ഗൃഹപ്രവേശം, വിദ്യാരംഭം തുടങ്ങിയവയൊന്നും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു സമയമാണ് കർക്കിടകം എന്ന് പറയുന്നത്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഇത്തവണ കർക്കിടക മാസം ചില നക്ഷത്രക്കാർക്ക് രാജയോഗം തന്നെയാണ് കാത്തിരിക്കുന്നത്. പലപ്പോഴും ഇവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളിലേക്ക് ഇവർ ചെന്നു ചേരും. നമുക്കറിയാം, കർക്കിടകം എന്നത് രാമായണ മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആത്മീയ ധ്യാനത്തിന്റെയും രോഗശാന്തിയുടെയും ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. ചില നക്ഷത്രക്കാർക്ക് ഇതോടൊപ്പം തന്നെ രാജയോഗ സൗഭാഗ്യവും ലഭിക്കുന്നതിനാൽ വളരെ അനുഗ്രഹീതമായ ഒരു സമയമായിരിക്കും ഈ കർക്കിടകം. ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്നും എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുവാൻ പോകുന്നത്. ആദ്യം തന്നെ തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമായിരിക്കും ഇത്. ജോലി സംബന്ധവും വിദ്യാഭ്യാസ സംബന്ധവും ബിസിനസ് സംബന്ധവുമായ കാര്യങ്ങളിലെല്ലാം അഭിവൃദ്ധി ഉണ്ടാകും. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ചതിയിൽപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധിച്ചു മാത്രം ഇക്കാര്യത്തെ സമീപിക്കുക. അനുകൂലമായ കാര്യങ്ങൾ തുടർച്ചയായി വന്നു ചേരും. അപ്പോഴും മാതാപിതാക്കളെ അനുസരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും. അധികം വൈകാതെ തന്നെ സാമ്പത്തിക സുരക്ഷിതത്വവും വന്നു ചേരും. വ്യക്തിപരമായി പല മാറ്റങ്ങളും സംഭവിക്കുന്ന സമയമാണ്. ദീർഘനാളായി അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയും ഭേദപ്പെടാൻ തുടങ്ങും. സ്ഥാനക്കയറ്റം, പരീക്ഷാ വിജയം, ബിസിനസ് ലാഭം, പ്രണയവിജയം, വിവാഹം എന്നിവയ്ക്ക് യോഗം കാണുന്നു. മാതാപിതാക്കളിൽ നിന്നും ധാരാളം സഹായങ്ങൾ ലഭിക്കും. അന്വേഷിച്ചറിയാതെ ഒരു തൊഴിലും ഏറ്റെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകളിൽ മിതത്വം പാലിക്കുക. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർ അവരുടെ ഏറ്റവും അനുകൂല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തൊഴിൽ നേട്ടത്തിനും പുരോഗതിക്കും ധാരാളം സാധ്യത കാണുന്നുണ്ട്. ദീർഘനാളുകളായി സ്വപ്നം കാണുന്ന പദ്ധതികളൊക്കെ പ്രാവർത്തികമാക്കാനും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനും സാധിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്തു തീർക്കും. സാമ്പത്തിക ലാഭം ഇരട്ടിയാകും. ഏറെക്കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക്, പ്രത്യേകിച്ച് രോഗങ്ങൾക്കൊക്കെ ശമനം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങളെ തേടിയെത്തും. പല കോണുകളിൽ നിന്നും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിക്കുന്നതായിരിക്കും. എന്നാൽ വിദ്യാർത്ഥികളാണെങ്കിൽ അലസതയും ശ്രദ്ധക്കുറവും ഉണ്ടാകാതെ നോക്കണം. പ്രത്യേക കാരണങ്ങളില്ലാതെ മാനസിക പിരിമുറുക്കവും സമ്മർദ്ദവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ രോഗത്തിന്റെ കാര്യത്തിൽ ശമനമുണ്ടാകുമെങ്കിലും ശ്രദ്ധ വേണം. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ സൗഹൃദ ബന്ധങ്ങൾ ലഭിക്കുന്ന സമയമാണിത്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഗ്രഹത്തിൽ ബന്ധുജനങ്ങളുടെ സമാഗമം സംഭവിക്കാനിടയുണ്ട്. പൊതുജനങ്ങളിൽ നിന്നും അംഗീകാരം ലഭിക്കും. യാത്രകൾക്ക് അവസരം സംജാതമാകും. ആത്മീയമായി നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട. സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിയാകും. ലോണുകളും ചിട്ടിയും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. രാജയോഗ ഫലമായി നിങ്ങളുടെ ജീവിതം മാറിമറിയുന്ന സമയമായിരിക്കും ഇത്. പക്ഷെ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം, ശ്രദ്ധക്കുറവ്, അലസത തുടങ്ങിയവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. നിയമവിരുദ്ധമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് മികച്ച തുടക്കങ്ങളുടെ കാലമാണ് കാത്തിരിക്കുന്നത്. മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും. എന്ത് കാര്യം ആരംഭിക്കുന്നതിനും ഏറ്റവും മികച്ച സമയമാണ് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായും നിങ്ങൾ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായി മാറുന്നു. ലോട്ടറി ഭാഗ്യം വരെ തേടിയെത്താൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നേക്കാം. സന്താനങ്ങളുമായി ഒത്തുചേരാനും ഒന്നിച്ചു താമസിക്കുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ അന്വേഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ശരിയാവണ്ണം ആലോചിച്ചതിന് ശേഷമേ ഏതൊരു കാര്യത്തിലേക്കും ഇറങ്ങിത്തിരിക്കാവൂ. വിവാഹ കാര്യങ്ങളിൽ അന്വേഷണം വന്നുകൊണ്ടേയിരിക്കും. ഗൃഹത്തിലെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ ആഡംബര വസ്തുക്കൾ പലതും സ്വന്തമാക്കുന്ന സമയമാണ് ഈ കർക്കിടകം.
ദീർഘനാളുകളായി അവർ ഉള്ളിൽ കൊണ്ടു നടന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം കൂടിയായിരിക്കും അത്. സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്നത് കൊണ്ട് തന്നെ പലരോടും സഹാനുഭൂതിയും അനുകമ്പയും ഒക്കെ തോന്നിയേക്കാം. മാത്രമല്ല, സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരുടെ എണ്ണവും അപ്രതീക്ഷിതമായി കൂടുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അവരെ സഹായിക്കുന്നതിൽ തെറ്റില്ല, സഹായിക്കരുത് എന്നുമല്ല. പക്ഷേ സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷാ വിജയം, സ്ഥാനക്കയറ്റം, വലിയ വലിയ ആളുകളിൽ നിന്നുള്ള പ്രശംസ എന്നിവയെല്ലാം ലഭിക്കുന്ന സമയമാണ്. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെയും നടക്കുന്നത് കണ്ട് ഒരുപക്ഷെ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയേക്കാം. കുട്ടികൾക്കൊക്കെ ആഗ്രഹിച്ച കോഴ്സുകൾ എടുത്തു തന്നെ ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കും. ദീർഘനാളുകളായി നിലനിൽക്കുന്ന വസ്തു സംബന്ധമായ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ തർക്കങ്ങളൊക്കെയും പരിഹരിക്കപ്പെടുന്നതായിരിക്കും. സംസാരത്തിൽ അബദ്ധങ്ങൾ വന്നുപെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനാൽ അക്കാര്യം ശ്രദ്ധിക്കുക. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ അവരുടെ ഏറ്റവും ഐശ്വര്യപൂർണമായ സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ദമ്പതിമാർക്കിടയിൽ പരസ്പര വിശ്വാസവും കളത്ര സുഖവും അനുഭവപ്പെടുന്നതായിരിക്കും. ദീർഘനാളുകളായി അലട്ടിയിരുന്ന മാർഗതടസ്സങ്ങളൊക്കെ നീങ്ങി ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതായിരിക്കും. ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ജോലി ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മികച്ച പരീക്ഷാ വിജയം, ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ലാഭം എന്നിവയുണ്ടാകും. അതുപോലെ തന്നെ സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുന്നതായിരിക്കും. കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും. എതിരാളികളെ വശത്താക്കും. വീട്ടിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. യാത്രകൾ കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുണ്യകർമ്മങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കുന്നതായിരിക്കും. മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഈ കർക്കിടകം എന്നത് ഈശ്വരാധീനമുള്ള കാലമാണ്. പരീക്ഷയിൽ മികച്ച വിജയം നേടും. സാമ്പത്തിക നില വർദ്ധിക്കുന്നതായിരിക്കും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. അർഹതപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ ലഭിക്കുന്ന കാലമാണിത്. എതിരാളികളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ഭാഗ്യം അനുകൂലമായതുകൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനരംഗത്ത് പുരോഗതി ഉണ്ടാകും. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പരിശ്രമിക്കുന്നവർക്കും ഉദ്യോഗ ലക്ഷ്യം വെച്ചുള്ള പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയസാധ്യത കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്തു തീർക്കുന്നതായിരിക്കും. നിശ്ചയദാർഢ്യത്തോടുകൂടിയ ആശയങ്ങളൊക്കെയും സഫലമാകും. പാരമ്പര്യ വിജ്ഞാനം പിൻതലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ കൃതാർത്ഥതയുണ്ടാകും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ കർക്കിടകം എന്നത് ഏറ്റവും അനുകൂലമായ സമയമാണ്. ദീർഘനാളുകളായി പിരിഞ്ഞിരുന്ന സുഹൃത്തുക്കൾ തമ്മിൽ വളരെ നാളുകൾക്ക് ശേഷം ഒത്തുചേരുന്നതായിരിക്കും. മാതാപിതാക്കളിൽ നിന്ന് നിർലോഭമായ സഹായവും സഹകരണവും ലഭിക്കാനിടയുണ്ട്. തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ മനോവിഷമം ഉണ്ടാക്കുമെങ്കിലും അധികം വൈകാതെ തന്നെ അത് മാറുന്നതായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കും. സൈനികർക്ക് അംഗീകാരങ്ങൾ വന്നു ചേരും. സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും. സഹോദര സഹായം പ്രതീക്ഷിക്കാവുന്നതാണ്. നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ചിലർക്ക് സ്വന്തമായി ഭൂമി വാങ്ങാനും കഴിയും. കാർഷിക രംഗത്തും സാമ്പത്തിക രംഗത്തും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്.